ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് നേഹ സനിൽകുമാർ, അമേയ, അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ശിവഗിരി തീർത്ഥാടനം മാനവ ശുദ്ധീകരണത്തിന്. വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു. ഗാസയിൽ ചോരപ്പുഴ, 63 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. സാങ്കേതിക വിദ്യയിൽ അത്ഭുത കുതിപ്പ്. ശിവഗിരി തീർത്ഥാടനത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. കോർപ്പറേഷനിൽ മാലിന്യ ശേഖരണം താളം തെറ്റുന്നു. ബഹിരാകാശ സംഗമത്തിന് ഇന്ത്യൻ പേടകങ്ങൾ. മനു ഭാക്കറിനും ഗുഗേഷിനും കേൽ രത്ന. തിരുവനന്തപുരം മൃഗശാലയിൽ പുതിയ അതിഥികൾ എത്തി. നെല്ല് സംഭരണം കേന്ദ്രത്തിൽ നിന്ന് 215 കോടി രൂപ. വിള ഇൻഷുറൻസ് പദ്ധതികളുടെ പരിഷ്കരണത്തിന് അംഗീകാരം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ശിവഗിരി തീർത്ഥാടനം മാനവ ശുദ്ധീകരണത്തിന്. മാനവരാശിയുടെ സമഗ്രമായ ശുദ്ധീകരണത്തിനായാണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയതെന്നും അതിനൊപ്പം നൽകിയ നിർദ്ദേശങ്ങളിൽ അത് വ്യക്തമാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വേറിട്ട ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയായി തീർത്ഥാടനം മാറിയത് അതിനാലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായ ശാസ്ത്ര സാങ്കേതിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതിമത വിശ്വാസങ്ങളുടെ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷം വർദ്ധിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഗുരുദേവ ദർശനത്തിന് പ്രസക്തി ഏറുകയാണ്. എല്ലാവരും അറിവും അഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും കൈവരിക്കണം. ശിവഗിരി തീർത്ഥാടനം ഇത്തരത്തിലുള്ള ചിന്തകൾ പ്രസരിപ്പിക്കാനുള്ള വലിയ വേദിയാണെന്നും ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു. പുതുവർഷത്തിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില പൊതുമേഖലാ കമ്പനികൾ കുറച്ചു. 14.5 രൂപയാണ് കുറച്ചത്. ഇതോടെ കൊച്ചിയിൽ വില 1812 രൂപയായി. കോഴിക്കോട്ട് 1844.5 രൂപ. തിരുവനന്തപുരത്ത് 1833 രൂപ. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ തുടർച്ചയായ 5 മാസങ്ങളിൽ വില കൂട്ടിയ ശേഷമാണ് വില കുറച്ചത്. ഗാസയിൽ ചോരപ്പുഴ, 63 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിൽ വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ 3 കുട്ടികളടക്കം 63 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. സമാധാന മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച മവാസിയിലെ അഭയാർത്ഥി കൂടാരത്തിലെ ബോംബിങ്ങിലാണ് കുട്ടികളും സ്ത്രീകളും അടക്കം 11 പേർ കൊല്ലപ്പെട്ടത്. സാങ്കേതിക വിദ്യയിൽ അത്ഭുത കുതിപ്പ്. സാങ്കേതിക വിദ്യയിൽ അസംഖ്യം വികാസങ്ങളുണ്ടായ വർഷമാണ് 2024. നിർമ്മിത ബുദ്ധി അഥവാ AI സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഓപ്പൺ AI, ഗൂഗിൾ തുടങ്ങിയവർ AI ടൂളുകൾ വികസിപ്പിക്കുകയും കർമ്മമേഖലയിലെ പ്രവർത്തനശേഷിയും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുകയും ചെയ്തു. സുസ്ഥിര ഊർജ മേഖലകളിൽ ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ നടത്തിയ നിക്ഷേപം സാങ്കേതിക രംഗത്തിന്റെ കുതിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാറ്റലൈറ്റിലൂടെയുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ് 2024 എന്ന വർഷം കണ്ട വലിയൊരു ചുവടുവെപ്പ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിലൂടെ വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടുന്നു. ആരോഗ്യരംഗത്തും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സാങ്കേതിക വിദ്യ സൃഷ്ടിച്ചു. ആപ്പിൾ, ഗൂഗിൾ പോലുള്ള കമ്പനികൾ അവരുടെ ഡിവൈസുകളിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സൗകര്യങ്ങൾ കൊണ്ടുവന്നു. ഇത് മരുന്ന് ഗവേഷണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. നിർമ്മിത ബുദ്ധി എത്തിയതോടെ മരുന്നുകൾ വികസിപ്പിക്കുന്നത് എളുപ്പമായി. അതേസമയം വരും വർഷങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അടിത്തറ പാകിയാണ് 2024 എന്ന വർഷം അവസാനിച്ചത്. ശിവഗിരി തീർത്ഥാടനത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. അറിവിന്റെയും ആത്മീയതയുടെയും പുതുചൈതന്യം നിറച്ച ലക്ഷങ്ങൾ പങ്കെടുത്ത 92ാം ശിവഗിരി തീർത്ഥാടനത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. ശ്രീനാരായണ ഗുരുദേവന്റെ 8 തീർത്ഥാടന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും സംവാദങ്ങളും ഉൾക്കൊള്ളിച്ച് സമ്മേളനങ്ങൾ ജീവിത നവീകരണം സ്വായത്തമാക്കിയാണ് ഭക്തർ മടങ്ങിയത്. കോർപ്പറേഷനിൽ മാലിന്യ ശേഖരണം താളം തെറ്റുന്നു. ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കിയതോടെ തലസ്ഥാനത്തു നിന്നുള്ള ജൈവ അജൈവ മാലിന്യം കൊണ്ടുപോകാൻ മാർഗമില്ലാതെ കോർപ്പറേഷൻ വൻ പ്രതിസന്ധിയിൽ.
ലോറികൾക്ക് അതിർത്തി കടക്കാൻ കഴിയാത്തതോടെ വന്ന നഗരത്തിലെ മാലിന്യ ശേഖരണം അവതാളത്തിലായി. ദിവസേന ശേഖരണം നടത്തിയിരുന്ന സ്ഥലങ്ങളിൽ 3 ദിവസത്തിൽ ഒരിക്കലായി. ശേഖരിക്കുന്ന മാലിന്യം 4-5 ദിവസം ലോറിയിൽ സൂക്ഷിച്ച ശേഷമാണ് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ബഹിരാകാശ സംഗമത്തിന് ഇന്ത്യൻ പേടകങ്ങൾ. ബഹിരാകാശത്ത് 2 പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അത്യധികം സങ്കീർണമായ ശാസ്ത്രവിദ്യ കൈവരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ ഇനി ദിവസങ്ങൾ മാത്രം. തിങ്കളാഴ്ച രാത്രി ഇതിനുള്ള ഉപഗ്രഹങ്ങൾ ISRO വിജയകരമായി വിക്ഷേപിച്ചു. 6 ദിനങ്ങൾക്കകം 2 ഉപഗ്രഹങ്ങളും കൂട്ടിച്ചേർത്ത് ഒന്നാക്കും. അതോടെ ബഹിരാകാശത്ത് പേടകങ്ങൾ കൂട്ടിച്ചേർക്കാനും വിടർത്തി മാറ്റാനും കഴിയുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. മനു ഭാക്കറിനും ഗുകേഷിനും ഖേൽരത്ന. പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട വെങ്കലം നേടിയ വനിതാ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ്, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക്സ് താരം പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ഉൾപ്പെടെ 32 താരങ്ങൾക്ക് അർജുന അവാർഡും മലയാളി ബാഡ്മിന്റൺ കോച്ച് S മുരളീധരന് ലൈഫ് ടൈം കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു. ജനുവരി 17-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ പുതിയ അതിഥികൾ എത്തി. തലസ്ഥാനത്തെ മൃഗശാലയിലെത്തുന്ന കാഴ്ചക്കാർക്കായി പുതുവർഷത്തിൽ കൂടുതൽ മൃഗങ്ങളെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. കർണാടകയിലെ ശിവമോഗ് സുവോളജിക്കൽ പാർക്കിൽ നിന്നും ആനിമൽ എക്സ്ചേഞ്ച് വഴി എത്തിച്ച 9 മൃഗങ്ങളെയാണ് ക്വാറന്റൈൻ പൂർത്തിയാക്കിയതോടുകൂടി പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. നെല്ല് സംഭരണം കേന്ദ്രത്തിൽ നിന്ന് 215 കോടി രൂപ. നെല്ല് സംഭരണത്തിൽ നിന്നുള്ള കേന്ദ്ര വിഹിതത്തിൽ 215 കോടി രൂപ കൂടി സംസ്ഥാനത്തിന് അനുവദിച്ചു. ആദ്യ ഗഡുവായി 73.34 കോടി രൂപ നേരത്തെ നൽകിയിരുന്നു. മുൻ സീസണുകളിൽ നെല്ലെടുത്ത വകയിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്നാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഇതോടെ ഡിസംബർ 15 വരെ അംഗീകരിച്ച PRSകളിൽ നെല്ലുവില നൽകാനാകും. ഇതിനായി സപ്ലൈകോ നടപടി തുടങ്ങി. വിള ഇൻഷുറൻസ് പദ്ധതികളുടെ പരിഷ്കരണത്തിന് അംഗീകാരം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പുനഃക്രമീകരിച്ച കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് സ്കീം പദ്ധതികൾ 2025 മുതൽ 26 വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കാൻ കർഷകർക്ക് ഇത് സഹായകമാകും. തുടക്കത്തിൽ 9 സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പാക്കുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ശിവഗിരി തീർത്ഥാടനം മാനവ ശുദ്ധീകരണത്തിന്. വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു. ഗാസയിൽ ചോരപ്പുഴ, 63 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. സാങ്കേതിക വിദ്യയിൽ അത്ഭുത കുതിപ്പ്. ശിവഗിരി തീർത്ഥാടനത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. കോർപ്പറേഷനിൽ മാലിന്യ ശേഖരണം താളം തെറ്റുന്നു. ബഹിരാകാശ സംഗമത്തിന് ഇന്ത്യൻ പേടകങ്ങൾ. മനു ഭാക്കറിനും ഗുകേഷിനും ഖേൽരത്ന. തിരുവനന്തപുരം മൃഗശാലയിൽ പുതിയ അതിഥികൾ എത്തി. നെല്ല് സംഭരണം കേന്ദ്രത്തിൽ നിന്ന് 215 കോടി രൂപ. വിള ഇൻഷുറൻസ് പദ്ധതികളുടെ പരിഷ്കരണത്തിന് അംഗീകാരം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 7ാം ക്ലാസ് C ഡിവിഷനിലെ അഗ്നിമ അഗ്നിജ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. MDക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1995. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട വെങ്കലം നേടിയ വനിതാ താരം. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.